ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബ്രാൽ ഫിഷ് കറി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പുഴയിൽ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ മീൻ നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കായം പുരട്ടി വയ്ക്കാനായിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് ചെറിയതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായൊക്കെ വരട്ടുമ്പോൾ അതിലെല്ലാത്തിലും ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറുള്ളി നന്നാക്കിയത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയത്, പിന്നെ ഇഞ്ചി, കുറച്ച് പെരുംജീരകം, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പെരുംജീരകവും ഇഞ്ചിയും കൂടി ഒന്ന് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് പെരുംജീരകവും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടികൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്കുണ്ടെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മീനും എടുത്തിട്ട് നന്നായി മസാല പിടിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കണം. അതൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കണം. എന്നാലാണ് നമ്മുടെ മീനിലേക്ക് മുളക് പൊടിയും എല്ലതും അതിലേക്ക് ചേരുള്ളൂ. ഇതിപ്പോൾ ഞാനെല്ലാം കായം പറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ 2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഓരോ മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. നല്ല മണമാണ് കേട്ടോ. വേപ്പിൻ്റെ ഇലയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണമുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി അതൊക്കെ ചേർത്ത് കാരണം പിന്നെ പെരുംജീരകത്തിൻ്റെ മണമൊക്കെ നല്ല മണമായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മീനിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗം കൂടി നമുക്കൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മീൻ 2 ഭാഗം ഫ്രൈ ചെയ്തായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ എണ്ണയിൽ നിന്ന്
മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊന്ന് വേഗം പോയി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ മീൻ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അലങ്കാരത്തിന് വേണ്ടി ഞാൻ 2 കറിവേപ്പിനും പിന്നെ സബോള ചെറുതാക്കി വട്ടത്തിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.